പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ നവീൻ ബാബു എന്ന കണ്ണൂരിലെ മരണപ്പെട്ട ആ ADMൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ, അത് ഒക്ടോബർ 14 എൻ്റെ ഓർമ്മ, ആ യാത്രയപ്പ് ചടങ്ങിൽ അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവർ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു? നവീൻ ബാബു എന്ന ADM അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. അതായിരുന്നു അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി. അയാൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്, അത് കൂട്ടുനിൽക്കരുത് എന്ന് താൻ നിരന്തരം അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു, നവീൻ ബാബുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. നവീൻ ബാബു ഇത് കേട്ടില്ല എന്നായിരുന്നു PP ദിവ്യയുടെ ആ യോഗത്തിലെ പ്രസംഗം. ആ യോഗത്തിൽ അവർ ക്ഷണിക്കാത്ത അതിഥിയായിട്ടാണ് കടന്നു വന്നത്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളായിരുന്നു അന്ന് ആ യോഗത്തിൽ കൂടി പുറം ലോകത്തേക്ക് വന്നു. ഒന്ന്, നവീൻ ബാബു എന്ന ADM അഴിമതിക്കാരനും അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന ആളാണ്. PP ദിവ്യ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്, CPM നേതാവാണ്. നവീൻ ബാബു അഴിമതിക്ക് കൂട്ടുനിന്നതുകൊണ്ട് നവീൻ ബാബുവിനെതിരായി താൻ ആ യോഗത്തിൽ പറഞ്ഞു എന്നാണ് PP ദിവ്യ അന്ന് പറഞ്ഞത്. പിന്നീട് ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് കൊടിയ അഴിമതിക്കാരിയായിരുന്നു ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ എന്നാണ്. അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ആൾ എന്ന് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുള്ള PP ദിവ്യ ഞെട്ടിക്കുന്ന അഴിമതി നേരിട്ട് നടത്തിയ കണ്ണൂർ ജില്ലയിലെ ഒരു CPM നേതാവായിരുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതായത് 2020 ഡിസംബർ 30 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്ന സമയം മുതൽ ഉള്ള സമയത്ത് അവർ ഞെട്ടിക്കുന്ന അഴിമതിക്കാണ് അവർ നേതൃത്വം കൊടുത്തത് എന്ന് കാര്യകാരണ സഹിതം ഇവിടെ തെളിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അവരെങ്ങനെയാണ് അഴിമതി നടത്തിയത് എന്ന് നമുക്കിനിയൊന്ന് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2020 ഡിസംബർ 30 അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി അവർ ചാർജ് എടുക്കുന്നു. ആ ചാർജ് എടുത്തതിനെ തുടർന്ന് 2021 7-ാം മാസം ഒരു സംഭവ വികാസം ഉണ്ടായി, ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം 2021 7-ാം മാസം രൂപീകരിക്കപ്പെട്ടു. അത് തട്ടിക്കൂട്ട് സ്ഥാപനവും ദിവ്യയുടെ ബിനാമി സ്ഥാപനവുമായിരുന്നു എന്നാണ് എൻ്റെ ആരോപണം. ആ സ്ഥാപനത്തിന് 2 ഡയറക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മുഹമ്മദ് ആസിഫ് കീറ്റുക്കണ്ടി, പെരിങ്ങാലി അരയടത്ത് ബിജു മോഹൻ. അങ്ങനെ 2 ഡയറക്ടർമാരാണ് ആ തട്ടിക്കൂട്ട് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അതിൽ മുഹമ്മദ് ആസിഫ് കീറ്റുക്കണ്ടി എന്ന് പറയുന്നത് PP ദിവ്യയുടെ നാട്ടുകാരനും അടുത്ത സുഹൃത്തും അവരുടെ ബിനാമിയുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. അപ്പം 2020 ഡിസംബർ 30 ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നു. 2021 7-ാം മാസം കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാവുന്നു. ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ആസിഫ് കീറ്റുക്കണ്ടി PP ദിവ്യയുടെ അടുത്ത സുഹൃത്തും ഇരണാവുകാരനും ആയിരുന്നു. പിന്നീട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീട് നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്, പിന്നീടുള്ള 2-3 വർഷക്കാലത്തിനിടയിൽ ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാർ ലഭിക്കുന്നു. ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ. അത് ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലാണ് ലഭിച്ചിട്ടുള്ളത്. അത് സിൽക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൊടുക്കുകയും അവർ വഴിയാണ് ഈ കരാർ ലഭിച്ചത്. അപ്പോൾ 2020 ഡിസംബർ 30 ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്നു. 2021 7-ാം മാസം ഇവരുടെ സുഹൃത്തും ബിനാമിയും നാട്ടുകാരനുമായിട്ടുള്ള മുഹമ്മദ് ആസിഫ് കീറ്റുക്കണ്ടിയുടെ നേതൃത്വത്തിൽ
കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടാകുന്നു. ആ കമ്പനിക്ക് പിന്നീടുള്ള 2-3 വർഷത്തിനിടയിൽ ഏതാണ്ട് 12 കോടിയോളം രൂപ ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കരാർ ലഭിക്കുന്നു. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 4ാമത്തെ ഇതെന്ന് പറയുന്നത് PP ദിവ്യയുടെ ഭർത്താവും പരിയാരം മെഡിക്കൽ കോളേജിലെ ക്ലാസ് 4 ജീവനക്കാരനുമായിട്ടുള്ള VP അജിത്തും PP ദിവ്യയുടെ ബിനാമിയും സുഹൃത്തും ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള മുഹമ്മദ് ആസിഫും ഏതാണ്ട് 4.25 ഏക്കറോളം ഭൂമി വിലയ്ക്ക് വാങ്ങുന്നു. കൃത്യമായിട്ട് ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ 2020 ഡിസംബർ 30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നു. 2021 7-ാം മാസം മുഹമ്മദ് ആസിഫ് കീറ്റുക്കണ്ടി എന്ന് പറഞ്ഞ ഇവരുടെ സുഹൃത്തിൻ്റെ പേരിൽ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടാവും. ആ കമ്പനിക്ക് പിന്നീട് 2-3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 12 കോടിയോളം 12 കോടി എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കണക്കുകളാണ്. ഇനി പുറത്ത് വരാനുള്ള എത്രയാണെന്ന് നമുക്കറിയില്ല. ഓർഡറുകൾ കിട്ടുന്നു, കരാറുകൾ കിട്ടുന്നു. 4ാമത്തത് ഈ VP അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള PP ദിവ്യയുടെ ഭർത്താവും ഇവരുടെ ബിനാമിയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുള്ള മുഹമ്മദ് ആസിഫും ഏതാണ്ട് 4 ഏക്കറിലധികം ഭൂമി വിലയ്ക്ക് വാങ്ങുന്നു. ഉദാഹരണത്തിന് ഒരു രജിസ്ട്രേഷൻ ഇതാണ്. തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് ഇവരുടെ ഭർത്താവ് VP അജിത്ത് 3,10,000 രൂപയുടെ ജന്മം വിലയാധാരം കൈമാറുന്നു. തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് PP അജിത്തിലേക്ക്. ഇത് അബൂബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആളിൽ നിന്ന് മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞ ഇവരുടെ ബിനാമി 10,50,000 രൂപയുടെ ജന്മം വിലയാധാരം ഭൂമി വാങ്ങുന്നു. അതുപോലെ തന്നെ ഈ അബൂബേക്കറിൽ നിന്ന് മുഹമ്മദ് ആസിഫ് വീണ്ടും 26,18,000 രൂപയുടെ ജന്മം വിലയാധാരം ഭൂമി വാങ്ങുന്നു. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുഹമ്മദ് ഷമാസ് പറയുന്നത് ഏതാണ്ട് 4.25 ഏക്കറോളം ഭൂമി ദിവ്യയുടെ ഭർത്താവ് VP അജിത്തും ഈ മുഹമ്മദ് ആസിഫും വിലയ്ക്ക് മേടിക്കുന്നു. ഭൂമി വില കൊടുത്ത് മേടിക്കുന്നു. സുഹൃത്തുക്കൾ, ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ? ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അവരുടെ ബിനാമിയെ കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കുകയും ആ തട്ടിക്കൂട്ട് കമ്പനിയിലേക്ക് ഏതാണ്ട് 13 കോടിയോളം രൂപയുടെ കരാർ അനധികൃതമായി നൽകുകയും ആ നൽകിയതിന് ശേഷം ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 4 ഏക്കറിലധികം ഭൂമി അവരുടെ ഭർത്താവും അവരുടെ ബിനാമിയും ചേർന്ന് വിലയ്ക്ക് മേടിക്കുകയും ചെയ്തു. ഇതിനപ്പുറത്ത് ഇനി എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ വേണ്ടത്? ഇവർ നടത്തിയിട്ടുള്ള അഴിമതി സംബന്ധിച്ച് എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് മാത്രം 13 കോടി രൂപയുടെ, അത് സിൽക്ക് വഴി കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിർമ്മിതി കേന്ദ്രം വഴിയും കോടികളുടെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഷമാസ് എന്ന് പറഞ്ഞിട്ടുള്ള KSUവിൻ്റെ നേതാവ് വീണ്ടും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. നിർമ്മിതി കേന്ദ്രത്തിലൂടെയും കോടിക്കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള PP ഷാജിർ എന്ന് പറയുന്ന ആളും ഈ മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ അടുത്ത സുഹൃത്താണെന്നും ആ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കോടികളുടെ കരാറ് ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെന്നുമാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു കാര്യം. എന്താണ്? കൊടിയ അഴിമതിക്കാരിയായിരുന്നു PP ദിവ്യ. PP ദിവ്യ നേരിട്ട് തന്നെ കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നു. അതിൻ്റെ പങ്ക് ഏതൊക്കെ വേറെ നേതാക്കന്മാർക്ക് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും അവരഴിമതി വിരുദ്ധ പോരാളിയല്ല, അവർ കൊടിയ കറ തീർന്ന അഴിമതിക്കാരിയാണ്. ഈ അഴിമതികളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ CPM CBI അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ടത്. ദിവ്യ നടത്തിയ അഴിമതികൾ സംബന്ധിച്ച് ഞാൻ പൊതുമണ്ഡലത്തിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതിൽ പല പ്രധാനപ്പെട്ട രേഖകളും ഈ പറഞ്ഞ പോലെ മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നത് ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും കൊടിയ അഴിമതിക്കാരിയായിരുന്നു ദിവ്യ എന്നുള്ളത് ഇപ്പം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുക.